ഇതാ മില്ലിലെങ്ങാനും കൊടുത്തയച്ചോടമ്മേ. എന്നിട്ട് വേണം ചവറെന്നും പറഞ്ഞ് 2 നുള്ളു കിള്ളി തിന്നിട്ട് 2നും എഴുന്നേറ്റ് പോവാൻ. നീ ഒറ്റയ്ക്ക് പോകുന്ന നല്ലത്. ഒറ്റയ്ക്കാ? അത് ശരിയാവില്ല. ഒരു കുഴപ്പമില്ല. 2 പേരും കൂടെ പോയാൽ ആരെങ്കിലും ഒരാളെ കണ്ടാലോ? ഞാൻ കൂടെ ഉണ്ടെന്ന് വെച്ചോ. എന്നാലും അത് ശരിയാ. ഒരെന്നാലും ഇല്ല. നീ ആ മീറ്ററിന് താഴെയുള്ള മെയിൻ പീസ് യൂരി എടുക്കണം. അതെ, നമുക്കിത് ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ ആയപ്പോലെ. അത് വേണ്ട, വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? നിനക്ക് പേടിയുണ്ടോ? പേടിയാ? ഒരു ഫ്യൂസ് ഊരാൻ ഇത്രയ്ക്ക് പേടിയോ? നീ ധൈര്യമായിട്ട് ചെല്ലേ. എന്ത് സംഭവിച്ചാലും നിന്റെ പിന്നിൽ ഞാനുണ്ടാവും. അമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ ഇറങ്ങി വന്നിട്ട് ശരിയാക്കാം. എനിക്ക് വയ്യ, പാവം പട്ടി അടഞ്ഞ് എന്നെ ഇരിക്കുന്നത്. നീ വേഗം എങ്ങ് വാ, അതിന് 2 കൊടുക്കണം. കുറെ ദിവസമായിട്ട് നോക്കി വെച്ചിരിക്കായിരുന്നു. ഇന്ന് അതിനെ തക്കത്തിന് കിട്ടി. നോക്കിക്കോ, അതിനെ അടിച്ചെന്ന് ചതയ്ക്കും ഞാൻ. അമ്മയും മോളും അതിനെ തല്ലുക കൊല്ലുക എന്ത് വേണമെങ്കിലും ചെയ്. എനിക്ക് വയ്യ അത് കാണാൻ. അമ്മേ, ഇതാ ഞാൻ വന്നു കഴിഞ്ഞു. കള്ളപ്പട്ടി ഇപ്പം നോക്കിക്കോ. എവിടെ അടി? എവിടെ? അയ്യോ അമ്മോ, അയ്യോ അയ്യോ അയ്യോ. പ്രേമ തല്ലല്ലേ ചേച്ചി? വല്ലതും പറ്റിയോ? വല്ലതും അല്ലടാ, മൊത്തമായിട്ട് എന്നെ പറ്റി. പട്ടിയെ തല്ലും പോലെ അല്ലടാ എന്നെ അവര് തല്ലിയത്. പട്ടിയാണെന്നാണല്ലോ അവര് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയല്ലേ തല്ലു? നീ നിന്റെ ഒടുക്കത്തെ ഒരു പ്രേമവും. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവന്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? വേദനയുണ്ടല്ലേ? അയ്യോ, തുണിമുക്കല്ലേ? മഴയും പെയ്യുന്ന. അയ്യോ പുള്ളി, ഇത്ര പെട്ടിയാ? ചൂടുവെള്ളോ? അപ്പോ അടി കിട്ടുന്നതിന് മുമ്പിൽ നിന്ന് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. നല്ലതാ ദുഷ്ട. അടി ഉറപ്പല്ലേ? ആ തള്ള തല്ലിയത് മനസ്സിലാക്കാം. ഇത് അവളും തല്ലിയടാ. പോട്ടടാ, നീ ഏതായാലും കെട്ടാനുള്ള പെണ്ണല്ലേ അവള്? കെട്ടും കെട്ടും, ഞാനവളെ തട്ടും. നോക്കിക്കോ. അവൾ അറിയാതെ ചെയ്തല്ലേ. എന്തായാലും അവസാനം മുഖം മൂടി പിടിക്കാൻ അവളുടെ ബ്ലൗസ് അല്ലേ ഉപകരിച്ചുള്ളൂ. അതാണടാ സ്ത്രീ ഹൃദയം. എന്തോ എന്റെ മനസ്സ് പറയുന്നു അവളെ നീ തന്നെ കെട്ടുമെന്ന്. ഇത്രയും ത്യാഗമൊന്നും ലോകത്തൊരു കാമുകനും അനുഭവിച്ചു കാണില്ല. നീ കവിയല്ലേ? നിന്റെ മനസ്സിലുള്ളത് മുഴുവൻ എഴുതും. നിന്റെ വേദനയും വികാരങ്ങളും ഒക്കെ ഞാൻ കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനെന്തിനാ കൊണ്ടു കൊടുക്കുന്നത്? നമുക്ക് പോസ്റ്റിൽ അയച്ചാ പോരെ? അവൾക്ക് കിട്ടണമെന്നല്ലേ ഉള്ളൂ. അത് മതിയോ? മതി 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 മതി, മതി. ഒരു കത്തുണ്ട്, ലക്ഷ്മിക്കാണ്. നിക്ക്. നിൻ മുലക്കച്ചയിൽ മുഖം ചേർത്തു വച്ചു ഞാൻ
ഇന്നലെ രാവിൽ കിടന്നുറങ്ങി. തനിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിടോ ഇതുകൊണ്ട് ഇവിടെ വരാൻ? ഇത് നല്ല കൂത്ത്. അഡ്രസ് എഴുതിയിരിക്കുന്നിടത്ത് കത്ത് കൊണ്ടു കൊടുക്കാൻ നല്ലത്. കത്തിൽ എന്താണെന്ന് ഞാൻ നോക്കേണ്ട കാര്യം എന്താ? പ്രേമചന്ദ്രൻ. എടാ പ്രേമചന്ദ്ര. ശാരദേന്ദു മയൂഖമാലകൾ ചൂടി നിൽക്കുന്ന വാനിലെ താരവൃന്ദങ്ങൾ പൂവിരിച്ചിട്ട ഗാനഗന്ധർവ വേദിയിൽ പോയി വന്നാലോ ഓമലെ പ്രേമഭാവന തീർത്ത തോണിയിൽ. ഈ കവിത ആരെഴുതിയതാണ് സർ? ഈ കവിത എഴുതിയത് മഹാകവി പ്രേമചന്ദ്രൻ, അതായത് ഞാൻ. അവന്റെ ഒരു കവിത പഠിപ്പിക്കാൻ നടക്കുന്നു കോരങ്ങൻ. വല്ല പാറമടയിലും കല്ലൊടിക്കാൻ പോടാ. പാടി ഇവിടുത്തെ പഠിത്തം മതി. നടക്കടി വീട്ടിലേക്ക്. എന്താ സുഭദ്രാമേ, എന്താ ഇവിടെ പ്രശ്നം? തിരുമേനി വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് മാത്രമാണ് നല്ല മാർക്കുണ്ടായിട്ടും ടൗണിലെ കോളേജിൽ നിന്ന് കാർഡ് വന്നിട്ടും അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് എന്റെ 2 പിള്ളേർ ഇവിടെ ചേർത്ത്. അതിനിപ്പോ എന്താ സംഭവിച്ചേ? എന്ത് സംഭവിക്കണം? ഇവനെ പോലുള്ള കോന്തന്മാരാണ് ഇവിടെ പഠിപ്പിക്കുന്നെങ്കിൽ പിള്ളേരെ പറ്റി ദണ്ണമുള്ള അച്ഛനമ്മമാരോ നീ കോളേജിന് തീ വയ്ക്കും. എന്താ കാര്യം ഒന്ന് തുറന്നു പറയൂ സുഭദ്രാമേ. ഈ കൊരങ്ങൻ എന്റെ മോളെ കുറിച്ച് കവിത എഴുതി അയച്ചിരിക്കുന്നു എന്റെ വീട്ടിലേക്ക്. ഇവരൊക്കെയാണ് ഇവിടുത്തെ വാദ്യമാരെങ്കില് എന്റെ മക്കൾ ഇവിടെ പഠിക്കണ്ട. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവർക്കും പോവാം. സുഭദ്രാമ വരൂ. ഞാനാ വിളിക്കണേ, വരൂ. ഈ വയറിന്റെ മുഴുവൻ ഇൻസുലേഷനും പോയി കിടക്കുകയാണല്ലോ. ചുമ്മാതല്ല തീയും പുകയൊക്കെ വന്നത്. ഇതൊന്നും ഇവിടെ മീറ്റർ റീഡ് ചെയ്യാൻ വരുന്ന ആരും കണ്ടില്ലേ? ഇവിടെ മീറ്റർ റീഡിംഗ് ഒന്നും ആരും വരാറില്ല. എന്താ? അതിന് ധൈര്യമുള്ളവരാരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇതേ അനിയൻ തിരുമേനിയിടമില്ല. മീറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ? വേണ്ട സാറേ, അതിനെ വെറുതെ ഉപദ്രവിക്കണം. അത് പ്രവർത്തിക്കില്ല. അനിയൻ തിരുമേനിയെ മീറ്ററിനും പേടിയാണ്. ആണെന്നാ തോന്നണേ, പക്ഷെ എനിക്കില്ല. തന്റെ അനിയൻ തിരുമേനി വരുമ്പോ പറഞ്ഞേരെ, ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റിച്ച് അങ്ങനെ എണ്ണക്കച്ചവടം നടത്തണ്ടാന്ന്. കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ സാറേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. സംസാരിക്കാൻ എന്തിരിക്കുന്നു? അനിയൻ തിരുമേനിയെ പേടിയില്ലാത്ത കുറെ മീറ്ററുകൾ ഓഫീസിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് കൊണ്ടുവച്ചിട്ട് മതി ഇനി എണ്ണയാട്ടം. ഞാൻ വീണ്ടും പറയുകയാണ് സാറേ, വെറുതെ പ്രശ്നം വഷളാക്കരുത്. വഷളാകാൻ എന്തിരിക്കുന്നു? തന്റെ അനിയൻ തിരുമേനി ഓഫീസിൽ വന്ന് പെനാൽറ്റി കിട്ടണം, പുതിയ മീറ്ററുള്ള ആപ്ലിക്കേഷൻ തരണം, അത്രേ ഉള്ളൂ. ആ ഫ്യൂസ് കൊണ്ടുപോകരുത്. അനിയൻ തിരുമേനി ആരാണെന്ന് അറിയില്ല. അവന്റെ ഒരു അനിയൻ തിരുമേനി. ഞാനാ പറയുന്നത്, അനിയൻ തിരുമേനി. അനിയൻ തിരുമേനി എന്ന് പറഞ്ഞാൽ ആരാ? ദൈവം തമ്പുരാനും. ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. കൊണ്ടുപോയി കുത്തറ കുത്താൻ.
നിർത്താൻ അനിയന് ഇത്തിരി കൂടണ്ട. ഓ ഏൽപ്പിക്കാൻ കൊണ്ടൊരു സമയം. ക്ഷമിക്കണം, മീറ്റർ വർക്ക് ചെയ്യാത്ത കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. സത്യ, ദേവി ഇത് റിപ്പോർട്ട് ചെയ്യരുത്. പെനാൽറ്റി കെട്ടാൻ ഇല്ലാത്തോണ്ടല്ല, അഭിമാനം ഓർത്താ. അവന് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കണു. നാളെ തന്നെ ഞാൻ ഓഫീസിൽ വന്ന് പുതിയ മീറ്ററിനുള്ള ആപ്ലിക്കേഷൻ തരാം. എന്നെ രക്ഷിക്കണം. ഫ്യൂസ് ഞാൻ കുത്തിത്തരാം. പക്ഷെ തിരുമേനി ഇന്ന് തന്നെ ഓഫീസിൽ വന്ന് ആപ്ലിക്കേഷൻ തരണം. വേറൊന്നും കൊണ്ടല്ല, ചെയ്യുന്ന തൊഴിലിനോട് മാന്യത പുലർത്തണമല്ലോ. വേണം, തീർച്ചയായും വേണം. എനിക്ക് വളരെ ഇഷ്ടമായി. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. നിങ്ങൾക്ക് എന്താ ഇത്ര എറി? ഇന്ന് നോക്കൂ. തന്നെയല്ലേ എറിഞ്ഞത്? ആ കൊരങ്ങനെയാ. വൃത്തിയായിട്ട് കാണിച്ചാ ഇനി എറിയും. ഇവിടെ ആര് വൃത്തിയേട് കാണിച്ചെന്നാ? നീ വല്ലതും കാണിച്ചടേ. ഞാൻ ഇവിടെ നിന്ന് കുളിച്ച്. ഇനി അഥവാ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ കുളിക്കുമ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കും. അയ്യാ, അവന്റെ ഒരു കുളി കിണറ്റിൻ ചോട്ടിൽ അല്ലെങ്കിൽ അവന് മേലെ നനയില്ല. അടുത്ത വീട്ടിൽ പ്രായമായ പെൺകുട്ടികളുണ്ടെന്നൊരു വിചാരം വേണം. അയ്യേ, പ്രായമായ പെമ്പിള്ളരെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് തെറ്റല്ലേ അമ്മായി? അത് തെറ്റാണ്. എന്താടാ കളിയാക്കുന്നോ? നീ ആരാടാ കൈയും കലാശവും കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളവരെ കാണിക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ജീവിക്കും. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരല്ലേ. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ ഒന്നുമില്ലാതെ കുളിക്കും. ഫുൾ നേക്കഡ്. കാണോ? ചോണയുണ്ടെങ്കിൽ ഒന്ന് കാണിക്കടാ. നീയൊക്കെ എന്താ വിചാരിച്ചേ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? കാണിച്ചു തരാമടാ. ഈ സുഭദ്രാമ ആരാണ് കാണിച്ചു തരാം. അല്ല, നീ നേക്കറ്റായിട്ട് വിളിക്കുന്ന പറഞ്ഞ സീരിയസ് ആയിട്ടാണ്. ഇപ്പൊ തന്നെ നമ്മൾ കുളിക്കോ? അപ്പൊ വെറുതെ പറഞ്ഞതാ. അങ്ങനെ എങ്ങോട്ടാ? മാനം മര്യാദയ്ക്ക് നിങ്ങളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. അതിനിപ്പോ ഇവിടെ എന്തുണ്ടേ? ഓഹോ, അപ്പൊ അവന്മാര് പറഞ്ഞ സാരോപദേശ കഥകളൊന്നും എന്റെ മക്കള് കേട്ടില്ലേ? അതെങ്ങനെയാ? വീട്ടിൽ 2 പെൺപിള്ളേരുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ മെക്കിട്ട് കയറാൻ നടക്കല്ലേ അമ്മ? എന്നാ ചെല്ലടി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ലെങ്കിലും അവർക്ക് ഇത്തിരി കൂടുതലാ. ഓ, മന്ദൻ രാജാവിന് കോന്തൻ മന്ത്രി. എന്തെങ്കിലും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവന്മാര് രണ്ടിനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അവനെ കൊണ്ടേ ഞാൻ വരും. ആര്? കുമാരനെ. കുമാരനോ? ഏത് കുമാരൻ? വിക്രമേട്ടന്റെ മകൻ കുമാരൻ. കൂട്ടിയിട്ടകത്തിരിക്കുക. എന്താടാ ഇവൻ കള്ളം തന്നെ. എനിക്കത് തോന്നി. ആ മുഖം കണ്ടതല്ലേ, ഇവൻ ജനിച്ചതേ കള്ളനായിട്ടാ. പക്ഷെ വരുത്തനാ. ഈ മാതിരി സാധനത്തിനെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ആരുമില്ല. അതെന്തുകൊണ്ടാണ് അവന്റെ പുറത്ത് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത്? മോഷണത്തിനുള്ള ആയുധങ്ങൾ വല്ലതുമായിരിക്കും. ഇപ്പൊ താഴ് തുറക്കാനും പൂട്ട് പൊളിക്കാനും ഒക്കെ ലേസർ കട്ടർ വരെ ഉണ്ടെന്നാ കേട്ടത്. നമുക്ക് ഇത്തിരി ബലമുള്ള ആരെങ്കിലും വിളിക്കാം. കള്ളതാണെന്ന് തോന്നുന്നു. നീ കവലെ പോയി 3-4 പേരെ വിളിച്ചു. ഭയങ്കര കള്ളനാ. പട്ടാപ്പകരം മോഷണം. എക്സ്പീരിയൻസ്ഡ് കള്ളനാ.
നിങ്ങൾ വീരപ്പന്റെ ബ്രദർ വീരപ്പനല്ല വാഴയപ്പല്ലേ നിക്ക് ഇതേ എന്റെ ആങ്ങളയുടെ മോൻ കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടെയുള്ള ചില കള്ള തെമ്മാടികളെ എനിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ. അവന്റെയൊക്കെ ഒരു കുളിയും തേവാരും. അത് നമ്മൾ ഉദ്ദേശിച്ചാണ്. വലിയ എടോ പ്രസിഡന്റ്, ഒന്നവിടെ നിന്നേ. നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഈ തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്ന എന്റെ ഈ ഗേറ്റ് നന്നാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. കുമാരനാരാണ് താൻ അറിയും. ഈ ഗേറ്റ് അല്ലേ, അത് ഞാൻ ശരിയാക്കി തരാം. സില്ലി ബോയ്. കഴിക്കുമോനെ, നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാരന്റെ സ്റ്റാർമിന. ഒക്കെ ദുഷ്ടന്മാരാ. നിനക്കെന്തെങ്കിലും പറ്റിയോടാ? പറ്റാനോ? എനിക്കോ? അമ്മായി കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ ശവങ്ങളായിരുന്നേനെ, ശവങ്ങള്. ഈ പറമ്പ് മുഴുവൻ. എന്തടിച്ചിരിക്കുന്നത്? ശരി വന്നിട്ട് ഈ നാട്ടിലുള്ള വേന്ദ്രന്മാര് മുഴുവൻ വന്നല്ലോ. ഒരുത്തനെ കൊണ്ടായോ അവന്റെ മേത്തൊന്ന് തൊടാൻ? ചത്തുപോയെങ്കിലെന്ന് വിചാരിച്ചായിരിക്കും. അയ്യേ, എന്താ അമ്മായി ഇത്? ഇവിടെ ഇങ്ങനെയാ. ഒരു കാറ്റ് വന്നാ മതി. ഒരു ലൈൻമാൻ വിളിച്ച് നന്നാക്കിച്ചുകൂടെ? അതിന് ഇങ്ങോട്ട് വിളിച്ച ആരെങ്കിലും വന്നെങ്കിലല്ലേ. ഈ കുമാരൻ വിളിച്ചാൽ വരും. ഏത് ലൈൻമാനും വരും. അയ്യേ അയ്യേ, മാനൊന്നും വിളിച്ചില്ല മയ്യ. ഉള്ളി ഇവിടെ നിന്ന് മാറ്റുന്നതാണ് ബുദ്ധി. എന്ത് പറ്റിയടാ? നിനക്ക് കൂലി പിടിച്ച? നീ കുളിക്കുന്നില്ലേ? അല്ല, നല്ലൊരു ബാത്റൂം ഇവിടെ ഒഴിഞ്ഞിടക്കില്ലേ? ആവശ്യമായിട്ട് കുളിക്കല്ലോ. ഈ ഓപ്പൺ എയറിലെ കുളി ആരോഗ്യത്തിന് നല്ലതല്ല. ഓ, അത് ശരി. എന്താ പേടിയാണല്ലേ? പേടിയാ? ആരെ? ആന്നല്ല, ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇത്തിരി ഡീസന്റ് ആവാന്ന് തീരുമാനിച്ചു. അത് നല്ല കാര്യം. പിന്നെ നീ ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തിന്? ആ സുഭദ്രാമ്മ വരുമ്പോ ഹീറോ ആവാന്ന് കരുതി നീ ഇന്നലെ അവിടെ കാണിച്ച പെർഫോമൻസ് ഇല്ലേ, അതാവാ അത്ര പെട്ടെന്ന് മറന്നു വരില്ല. ഒന്ന് പോടാ. ആ നീർക്കോലി വലിക്കുന്ന അവൻ എന്നെ അടുത്തങ്ങ് വിഴുങ്ങി കളയൂ. നില്ല്. നീ ആളുകൾ അങ്ങനെ അങ്ങ് വിലയിരുത്തല്ലേ. ഈ ബ്രൂസിൽ എത്ര ഉണ്ടായിരുന്നു? ഇത്രയും. എന്നിട്ടാണ് നാട്ടുകാരെ കണ്ടപ്പം ബ്രൂസിൽ കിടന്ന് ഓടിയത്. അത് ചിലപ്പോ ഒരു കൂട്ടമരണം ഒഴിവാക്കാൻ വേണ്ടിട്ടായിരിക്കും. പ്രമേന്ദ്ര, നീ പോയി കുളി, നീരിറങ്ങും. ഞാൻ കുളിച്ചോളാം, പക്ഷെ അവൻ നിന്നെ കുളിപ്പിച്ചെടുത്താ സൂക്ഷിച്ചോ. എങ്ങോട്ടാ? കോളേജിലേക്ക്. ഞാനും വരാം. അയ്യേ, ഈ വേഷത്തിലോ? ഈ വേഷത്തിനെന്താ കുഴപ്പം? ലോകം മുഴുവൻ അംഗീകരിച്ച യൂണിഫോമായത്. എന്തേ, എനിക്ക് ചേരുന്നില്ലേ? നല്ല ചേർച്ച. നോക്കുകുത്തി കുപ്പായ ഇടിച്ച പോലുണ്ട്. അമ്മായി, അമ്മായി, എന്താടാ ഈ പ്രശ്നത്തിൽ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? എന്താ പ്രശ്നം? കുമാരേട്ടൻ ഞങ്ങളുടെ കൂടെ വരുന്നു. അതിനെന്താ? കോളേജിൽ പോയി ഞങ്ങൾക്കറിയാം. കൂട്ടൊന്നും വേണ്ട. ആ, ഇന്ന് മുതൽ ഇങ്ങനെ പോയാ മതി. അതിന് വിഷമമുള്ളവര് കോളേജിൽ പോണോന്നില്ല. നീ ചെല്ല്.
അനുഭവിച്ചോ, നിന്റെ മുറച്ചെറുക്കനല്ലേ, മൂന്ന് കണ്ടാ മതി. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ പെൺകുട്ടികൾ കരാട്ടെ പഠിച്ചിരിക്കണം, അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും. അതെന്തിനാ? പിടിച്ചുപറി, ബലാത്സംഗം, കൊള്ളിവെപ്പ്, ഇതൊക്കെ പിന്നെ പെണ്ണുങ്ങൾക്ക് ചെയ്യാമല്ലോ. കറക്റ്റ്. നടക്ക്. നടക്കുന്നില്ലേ? ടീച്ചർ വരുന്നു. ഏത് ടീച്ചർ? ഇവിടുത്തെ ടീച്ചർ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ. കണ്ണ് കിട്ടാതിരിക്കാനാണോ ഈ പേക്കോലത്തിനെ കൊണ്ടുനടക്കുന്നത്? അതിരിക്കട്ടെ, എനിക്കൊരു സംശയം. ചോദിച്ചോളൂ. എത്രയോ പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്റെ കൂടെ ഓടാൻ വരാൻ. നീ വന്നിട്ടില്ല. ഇന്നെന്താ ആരോഗ്യത്തെ കുറിച്ച് പുതിയൊരു ബോധോദയം? അത് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വംശനാശം സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുന്നത് നല്ലതാ. ഓ, അത് ശരി. നമ്മുടെ കരാട്ടെ വന്നത് പ്രമാണിച്ച്. രമ, നമ്മുടെ കരാട്ടെ നിൽക്കുന്നു. വാ. ഒന്ന് പരിചയപ്പെടാനിരിക്കുകയായിരുന്നു. ഞങ്ങളും. അതെ, ഐ ആം പ്രേം. ഐ ആം ശിവൻ. ഐ ആം കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ഗ്ലാഡ് ടു മീറ്റ് യു. കൈക്കെന്ത് പറ്റി? അതെന്റെ സ്പെഷ്യാലിറ്റിയാ. പിന്നെ ഒരു കാര്യം, ഞാൻ മര്യാദക്കാരൻ, മറിച്ചാണെങ്കിൽ മഹാപേശക. ഓർമ്മയിരിക്കട്ടെ. എന്താ വിശേഷം? പിറന്നാളാ. അത് ശരി. എന്നിട്ട് ഇപ്പോഴാ പറയുന്ന? അയ്യോ, എന്റെ അല്ല, ചേച്ചിയുടെയാ. അപ്പോ നമ്മളൊരു ചെലവ് ചെയ്യണമല്ലോ. അധികം ചെലവ് വരുന്നൊന്നും വേണ്ട, ചെറിയ പ്രസന്റ് എന്തെങ്കിലും മതി. മതി മതി, വാ പോകാം പോകാം. ജീവന്മാരന്റെ കൈ മെനക്കെടുത്ത ലക്ഷണമാ. വരട്ടെ. ചെല്ല്, ഇല്ലെങ്കിൽ അവൻ കൊല്ലും. പറഞ്ഞു കേട്ടില്ലേ, ഇതാണ് കറക്റ്റ് പ്ലേസ്. ഇവിടെ വെച്ച് വേണം പിടിക്കാൻ. ഇവിടെ വെച്ച് അങ്ങനെ കയറി പിടിക്കുന്നത്? നീ വേണേ പിടിച്ചു, ഞാൻ. അയ്യടാ, പിടിക്കും. ബർത്ത്ഡേ പ്രസന്റ് കൊടുത്ത് ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് അതേ പിടിച്ച് കയറാമെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അത് ശരി. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് അതല്ല, ഈ ബർത്ത്ഡേ പ്രസന്റേഷന് കൊടുത്താൽ ശരിയാവൂ? ശരിയാകും, അല്ലെങ്കിൽ ശരിയാക്കും.